കോട്ടായിൽ ടിഷ്യൂ വരുന്ന സാരീസ്, അതും ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഓഫ് വൈറ്റിൽ ആ ഗോൾഡൻ ടിഷ്യൂ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ലുക്കാണ്. അത് അങ്ങനെ കുറച്ച് സാരീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ചെക്ക് കോട്ട ഫാബ്രിക്, അത് കുറച്ച് സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതിൽ ഗോൾഡൻ കളർ ടിഷ്യൂവിൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ടിഷ്യൂ അല്ല, വളരെ സട്ടിൽ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ടിഷ്യൂ. എന്നിട്ട് ആ ഒരു സാരിയിൽ വൈറ്റ് കളർ സെൽഫ് ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അതിൽ ഒരെണ്ണം കട്ട് ബീഡ്സിൻ്റെ എംബ്രോയിഡറി വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് വരുന്ന സാരീസാണ്. ഗോൾഡൻ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ടിഷ്യൂ അല്ല, വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ടിഷ്യൂ. അതിൽ വൈറ്റ് എംബ്രോയിഡറിയും കൂടെ വരുമ്പം അതിനൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാരീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കാം. ഇതാണ് ഫസ്റ്റ്. ഇതിൽ ഫുൾ സാരിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇത് ക്ലോസറായിട്ട് ഒന്ന് ഒന്ന് കാണിച്ചോ പയ്യ. ഇതുണ്ടോ, ഫുൾ സാരിയിൽ ഈ ഒരു സ്ക്വയറിനുള്ളിൽ ലൈൻസ് വന്നിട്ട് ഒരു സെമി സർക്കുലർ ഷേപ്പിലൊരു ഫ്ലോറൽ പാറ്റേൺ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ഇങ്ങനെ തിക്കായിട്ട് ഫുൾ സാരിയിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ പ്ലീറ്റിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടും അപ്പർ ആക്ച്വൽ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഈ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സാരിയുടെ ഫുൾ ഓപ്പൺഡ് ആയിട്ടുള്ള ലുക്ക് കാണാം കേട്ടോ. ഇത് വന്നിരിക്കുന്ന ബ്ലൗസ് ഈ ഒരു ചെക്ക് പാറ്റേൺ, ഇതാണ് ഈ ഫാബ്രിക് വരുന്ന ചെക്ക് പാറ്റേണിൽ ടിഷ്യൂ വീവിങ് വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഫുൾ അപ്പർ പോർഷനിൽ ടിഷ്യൂ ഇല്ലാത്ത പോർഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് വേണ്ട ലോവറിലോട്ട് വരുമ്പം ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ട് ഈ അപ്പർ ദാവണി പോർഷൻ, അതായത് നമ്മൾ മുകളിലേക്ക് ഇടുന്ന ആ പോർഷനിൽ ഫുൾ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. അതുകൊണ്ടോ പല്ലുവൊക്കെ നല്ല ഗ്രാൻഡായിട്ട് വരുന്ന പല്ലുവാണ്. ആ വീവിങ് ഇല്ലാത്തടത്ത് ആ ടിഷ്യൂവിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സും ത്രെഡ് ബോണായിട്ട പോർഷനിൽ വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് ഇതിൻ്റെ വീവിങ് സ്റ്റൈൽ. ആൻഡ് ഇതുപോലെ ഈ ചെക്ക് പാറ്റേണിൽ ടിഷ്യൂ വീവിങ് വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് PLD 254 ആണ്. 2379 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഗോൾഡൻ ടിഷ്യൂ സാരീസ്, ഓഫ് വൈറ്റിൽ ബേജിൽ ഗോൾഡൻ ടിഷ്യൂസ് വരുന്ന സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ ഒരു ജോമെട്രിക് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഒരു മെയ്സ് പോലെയൊക്കെ വരുന്നൊരു പാറ്റേൺ ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഫുൾ സാരിയിൽ ഇപ്പോൾ നമ്മൾ കണ്ട സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ടോ ഫുള്ളായിട്ട് ഇതുപോലെ ആ ഒരു മെയ്സ് പാറ്റേൺ വന്നിട്ട് ലോവർ പോർഷനിൽ അല്ലെങ്കിൽ ആ പ്ലീറ്റിൻ്റെ പോർഷനിലോട്ട് ഹാഫായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് പ്ലീറ്റിൻ്റെ പോർഷൻ വരുന്നത്. ഹാഫായിട്ട് ഈ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ടിഷ്യൂവിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ പ്ലെയിൻ, ഒരുപാട് ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല കേട്ടോ. ഇതിൽ വർക്ക് ഡീറ്റെയിലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വൺ ലെയർ ആയിട്ട് കൊടുക്കാനും ഒക്കെ അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ആൻഡ് ഇതിൽ തിക്കായിട്ട് ആ വൈറ്റ് എംബ്രോയിഡറി ഔട്ട്ലൈൻ കൊടുത്തിട്ട് വൈറ്റ് കളറിൽ തന്നെ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ് കേട്ടോ. ഈ പ്രോഡക്റ്റും കോഡ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് BLD 2562379 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇന്ന് ക്ലോസറായിട്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് കാണിച്ചു പോയി. ഇതാണ് ഒരു മെയ്സ് ഷേപ്പിലുള്ള ഡിസൈൻ ഡീറ്റെയിലിംഗ്, വൈറ്റ് കളറിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, എന്നിട്ട് ആ ഡിസൈൻ ഡീറ്റെയിലിംഗ് ഫുള്ളായിട്ട് വൈറ്റ് ത്രെഡ് കൊണ്ട് ഫില്ല് ചെയ്തേക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ആണെങ്കിൽ ഇതൊരു ഫ്ലൂറൽ ജാൽ പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഒരു ലീഫിൻ്റെയും അതുപോലെ തന്നെ വള്ളിയിൽ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള പോലെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയായിട്ട് വരുന്ന സാരിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വേണമെങ്കിൽ നമുക്ക് കല്യാണത്തിന് ബ്രൈഡ്സിനൊക്കെ കൊടുക്കാനും നല്ല സാരിയാണ് കേട്ടോ. നമ്മൾ വൺ ടൈം വെയർ ആയിട്ടല്ലേ അങ്ങനത്തെ സാരീസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള സാരീസാണ്. ഗോൾഡൻ ടിഷ്യൂ വിത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് ഇതുപോലെ തന്നെ ഒരു പേൾ കളറിലുള്ള എംബ്രോയിഡറി വന്നേക്കാണ്. ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്ന BLD 177, ഇത് 1699 പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വരാൻ കാരണം ഇതിൽ ആ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് മറ്റതിലൊക്കെ ഫുള്ളായിട്ട് തിക്കായിട്ടുള്ള വീവിങ് സ്റ്റൈലായിരുന്നു.
എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ഇത് ബൂട്ടയായിട്ടാണ് വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡറിൽ നല്ല വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ബോർഡർ പാറ്റേൺ പ്ലെയിൻ ഗോൾഡൻ ടിഷ്യൂ കളറിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ. ഇതാണ് അടുത്ത ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെക്ക് ഓർഗൻസ ഫാബ്രിക്കിൽ ഇതുപോലെ തന്നെ വേണ്ട ഇങ്ങനെ ചെക്ക് പാറ്റേണിൽ ഫുള്ളായിട്ട് സിൽവർ കളർ ചെക്ക്, ഗോൾഡൻ ആണ് പക്ഷെ ആ ഒരു വൈറ്റ് ഗോൾഡ് ഷെയ്ഡിലുള്ള ചെക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ബീഡും ഒക്കെ ആയിട്ട് വരുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഒരുപാട് അങ്ങനെ വർക്ക് ഡീറ്റെയിലിംഗ് ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ബോഡിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ആ കട്ട് ബീഡ്സിൻ്റെയും സീക്വൻസിൻ്റെയും ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. ഭംഗിയുള്ള സാരിയാണ്. ആൻഡ് പ്ലെയിൻ ബ്ലൗസാണ് കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ ബാക്ക് പാനലിലും ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എഡ്ജസിൽ ആ ഒരു ടെമ്പിൾ ഷേപ്പിലുള്ള ഡിസൈൻ ഡീറ്റെയിലിംഗ് ഇല്ല. എപ്പോഴും നമ്മൾ സാരീസിലൊക്കെ വളരെ ഫൈനായിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു വേറൊരു ലുക്കാണ് വരിക. അപ്പോൾ SBF 131 ആണ് പ്രോഡക്റ്റ് കോഡ്. 2999 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ടിഷ്യൂ സാരീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഇത് ഡ്രൈപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ വെബ് പേജിൽ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മളിപ്പോൾ കാണിച്ച പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ആ ലിങ്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. താങ്ക് യു. കോട്ടൺസ്, ഹാൻഡ്ലൂം കോട്ടൺസ് പോലെ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് പ്രിൻറ്റഡ് പാറ്റേണിൽ ഒരു ബത്തീക്ക് ഡീറ്റെയിലിംഗ്, അതൊരു ജോമെട്രിക്കൽ ബത്തീക്ക് പ്രിൻറ്റിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്ത. ഈ കുർത്ത വന്നിരിക്കുന്നത് നമ്മുടെ ഹൈനെക്ക് പാറ്റേൺസ് ആണ്. ഇപ്പോൾ നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ പൊതുവേ പ്രിഫർ ചെയ്യുന്ന ഒരു നെക്കാണ് ഇങ്ങനെ ഹൈ കോളറായിട്ട് വന്നിട്ടുള്ള ഈ ഒരു വി പാറ്റേൺ നെക്ക്. ഈ ഒരു നെക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ഇച്ചിരിയും കൂടെ സട്ടിലായിട്ടും, അതായത് ഹൈ ചെസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഇച്ചിരിയും കൂടെ ഒരു കംഫർട്ട് സോൺ തോന്നുന്ന രീതിയിലും ഞാനിപ്പോൾ അതിനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് 3/4 സ്ലീവിൽ ഡ്രസ്സായിട്ടും അതുപോലെ തന്നെ കുർത്തയായിട്ടും. ഇപ്പോൾ ഒരു ബാക്ക് പാൻസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഡ്രസ് പാറ്റേണാണ്. ഇച്ചിരി ഒരു ലൂസ് ഫിറ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ ടമ്മി ലൈനൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ എ ലൈൻ കട്ടിങ് പാറ്റേൺ ചെയ്തേക്കുന്ന കാരണം തന്നെ ഞാൻ സൈഡിലൊരു ചെറിയ ഷോർട്ട് സ്ലിറ്റ്, ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ പൊതുവേ ഷോർട്ട് സ്ലിറ്റ്സ് ഇടാറുണ്ട്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് നടക്കുകയും ചെയ്യാം. എന്നാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതേ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മിഷൻ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. സിംഗിൾ ഹാൻഡഡ് മിഷൻ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത് ഒരു സിൽവർ കളറിൻ്റെയും അതുപോലെ തന്നെ ആൻറ്റിക് ഗോൾഡിൻ്റെയും കോമ്പിനേഷനാണ്. ആ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഡീറ്റെയിലിംഗ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലോറൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനകത്ത് വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഈ ഡീറ്റെയിലിംഗ് തന്നെയാണ് അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും കൊടുത്തേക്കുന്നത്. സ്ലീവ്സിലെ എൻഡിൽ ഒരു ചെറിയ ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡല്ലേ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇതെല്ലാം ഓരോ സീസൺ വൈസ് ആയിട്ട് വീവ് ചെയ്ത് വരുന്ന ഫാബ്രിക്കാണ്. ഇതൊരു ലിമിറ്റഡ് നമ്പറിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. DN596 അല്ലേ, DN596 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് കോഡ് ഒന്നും കൂടെ ചെക്ക് ചെയ്തോണം, ലിങ്ക് തൊട്ട് താഴെ തന്നെ കാണും. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1899 ആണ്. 3 മീറ്റർ മെറ്റീരിയലിൽ വർക്ക് ചെയ്ത ഡീറ്റെയിലോടുകൂടി. ഇൻ കേസ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസൈനിങ് യൂണിറ്റിന് വേണ്ടിയിട്ടൊരു നോട്ട് മെൻഷൻ ചെയ്താൽ മതി. ഐ നീഡ് സ്റ്റിച്ചിങ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇപ്പം നമ്മുടെ ഏതെങ്കിലും കുർത്തീസ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ കുർത്തിയുടെ ഏത് സൈസാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സൈസ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് അതേ അളവിൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരാൻ പറ്റും. അപ്പം യുണീക്ക് ലുക്സിൽ ഡിഫറെൻ്റ് ആയിട്ട് ക്രൗഡിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടും എന്നാൽ കാഷ്വൽ ലുക്കിൽ സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കാനും ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു പീസാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളക്ഷൻസ് നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ www.aham.store DN കളക്ഷൻസ് ഡിനൂസ് കളക്ഷൻ, അതിനകത്ത് DN596 1899. ബാന്തേജ് അല്ലെങ്കിൽ ബാന്തിനി ഒരു ഹാൻഡ് ടൈ ആൻഡ് ഡൈ പ്രോസസ്സ്, ഏതോ ഒരു ആർട്ട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ട് ഫോമിനകത്ത് ഏറ്റവും അധികം ക്ഷമയോട് കൂടിയിട്ടും വളരെ ഭംഗിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഹാൻഡ് ബാന്തേജ്. ഹാൻഡ് ബാന്തേജിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നീണ്ട പ്രോസസ്സ് എടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നമ്മുടെ ലൂംസ് ഓഫ് ലക്ഷറിയുടെ റിലേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഫുൾ ഹാൻഡ് ടൈ ആൻഡ് ഡൈ ചെയ്തെടുത്തിരിക്കുന്ന ടെസ ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ്. ഓരോ സാരീസിലും നമ്മൾ ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു സാരി ഉണ്ടല്ലോ,
ഇതിനകത്ത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ടൈ ആൻഡ് ഡൈ പ്രോസസ്സാണ്. ജെറിയുള്ള ടസർ സാരിയിൽ സൈഡിൽ നമ്മൾ കലംകാരിയുടെ കലംകാരി പെൻ കലംകാരിയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മുടെ പിച്ച്വായി പെയിൻറ്റിങ്ങിൻ്റെയും മിഥില പെയിൻറ്റിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാധാകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെല്ലാം തന്നെ നമുക്കറിയാം പിച്ച്വായി പെയിൻറ്റിങ്ങിനകത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇന്ന് നമുക്ക് ഈ ഒരു ഹാൻഡ് ടൈ ആൻഡ് ഡൈയിൽ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആർട്ടിഷ്യൻസ് ചെയ്തെടുത്തിരിക്കുന്ന ബാന്തേജ്, ബാന്തിനി, ടൈ ആൻഡ് ഡൈ എന്ന് വിളിക്കുന്ന ആർട്ടിൻ്റെ ഡിഫറെൻറ്റ് സാരീസ് നമുക്കിന്ന് പരിചയപ്പെടാം. ഇന്ന് അജ്രക് ആൻഡ് ടൈ ആൻഡ് ഡൈ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഫസ്റ്റ് സാരി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് തരാം. ഇതെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്ത സാരിയാണ്. ഇത് നമുക്ക് വെയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു റോളിംഗ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. ബോഡിയിൽ ഫുള്ളായിട്ട് നമ്മുടെ ട്രഡീഷണൽ അജ്രക് പാറ്റേൺ ആയിട്ടുള്ള ബ്രിക്ക് റെഡ് കളറിനകത്ത് ബ്രിക്ക് മെറൂൺ ആ ഒരു ബ്രിക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ചെങ്കൽ കളർ, ആ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ആൻഡ് അപ്പർ പോർഷനിൽ ടൈ ആൻഡ് ഡൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം നൂലുകൾ മാറിയതിന് ശേഷം നമ്മൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കിലായിരിക്കും ഈ സാരി വരുന്നത്. വേണ്ട ഇതിങ്ങനെ ഷ്രിങ്ക് ചെയ്തിരിക്കുന്നത് അത് അത്രയും ഫൈനായിട്ട്. അപ്പോൾ ആ നോട്ട്സൊക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം സ്ക്രീനിൽ കണ്ടു കാണും. ഇത് മുഴുവൻ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഡിസൈൻ ട്രേസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഹാൻഡ് പ്രോസസ്സിലൂടെ ഇത് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് കാണാമായിരിക്കും അല്ലേ. നല്ല ഭംഗിയായിട്ട് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. RGD 464 21,979 ആണ്. ഇതൊരു ട്രഡീഷണൽ ആർട്ടിഷ്യൻസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് ഈ സാരീസിൻ്റെയൊക്കെ ഒരു ഏറ്റവും ഭംഗി എന്ന് പറയുന്ന പാർട്ട്. ഇതാണ് അതിൻ്റെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സാരീസും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ടിഷ്യൂ ടെസർ സാരിക്കകത്ത് നമ്മൾ വീവിങ് പാറ്റേണിനോട് കൂടിയിട്ട് നമ്മളിതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. RGD 585 എന്ന കോഡിലാണ്. 15,179 ആണ് ഈ സാരിയുടെ റേറ്റ്. ഇതൊരു ഒലിവ് ഗ്രീൻ കളറിനകത്ത് ബോഡിയിൽ ഫുള്ളായിട്ട് ബാന്തേജിൻ്റെ ഫീലിലാണ് വന്നേക്കുന്നത്. അതും അതുപോലെ തന്നെ ഫുൾ ടൈ ആൻഡ് ഡൈ പ്രോസസ്സിലൂടെ വന്നേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ. സ്ട്രൈപ്പ് പാറ്റേൺസ്, അത് ആ ടൈ ആൻഡ് ഡൈ ചെയ്തിരുന്ന ത്രെഡ്സും അതിനകത്തുണ്ട്. അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സിങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി, ഡെസ്പാച്ച് എന്നുള്ളത് പറഞ്ഞാൽ മതി. അല്ല ഇത് റോൾ പോളിഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നോട്ടിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഇതിനകത്ത് മിറർ വർക്കും, അതും മിഷൻ മിറേഴ്സ് ആട്ടോ ചെയ്തേക്കുന്നത്. ഒറിജിനൽ മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒറിജിനൽ ആണെന്ന് നോക്കിയോട്ടെ. അല്ല, ഒറിജിനൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് മിറേഴ്സ്. ഒറിജിനൽ മിറേഴ്സ് വരുമ്പോൾ ടിഷ്യൂവും കൂടെ വരുമ്പം വെയിറ്റ് വരുന്ന കാരണം പ്ലാസ്റ്റിക് മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല ഷൈനിങ്ങും ക്വാളിറ്റിയുള്ള മിറേഴ്സ് ആട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആൻഡ് ഇതിനകത്ത് ആ ഒരു വീവിങ് പാറ്റേൺ സ്റ്റൈലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. RGD എന്ന കോഡിലാണ് ഇത് വന്നിട്ടുള്ളത്. മോളെ അവിടെ ഒരു ബ്ലൂ കളറിലൊരു സാരിയും കൂടെ ഉണ്ട്, ബാന്തേജ് ചെയ്ത ഒരു ബ്ലൂ കളർ സാരിയും കൂടെ ഉണ്ട്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഇതാണ്. നമുക്കറിയാം ടെസർ സാരിക്ക് നമുക്ക് നോർമലി നല്ല വിട്ടോട് കൂടിയിട്ടല്ലേ ടെസർ സാരി വരുന്നത്. ആ ടെസർ സാരി ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പറിലും ലോവറിലും ആ ഒരു ഷിബോരി ലുക്ക് പോലെ തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ടൈ ആൻഡ് ഡൈ പ്രോസസ്സ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇതൊന്ന് ഭയ്യ ഏക് മിനിറ്റ് ആവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പം ആ സാരിയിൽ കുഞ്ഞു കുഞ്ഞു ബാന്തിനി കണ്ടോ. ഇതിപ്പം വലിച്ചു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ച് കരുതോ ഭയ്യ, വലിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ബാന്തേജിൻ്റെ ഫീല് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. എന്നാൽ ആ ബാന്തേജ് മാത്രമല്ലാതെ അതിൻ്റെ കൂട്ടത്തിലൊരു ഹൈലൈറ്റഡ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ചെറുതായിട്ട് മിറർ വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ക്ലോസറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓരോരോ ഡയമണ്ട് ഷേപ്സുകൾ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഡയമണ്ട് ഷേപ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ത്രൂ ഔട്ട് ദ സാരി. അപ്പോൾ എന്തോരം ടൈം എടുത്തിട്ടായിരിക്കും ബ്ലോക്ക് പ്രിൻറ്റും കാന്താ വർക്കും കൂടെ ഉള്ളത്. ഇതാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഫുൾ സാരി. കണ്ടോ എന്ത് രസമാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം അത് കാണാനായിട്ട്. RGD 133 ആണ്. 17,999 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് വേണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ സ്റ്റൈലിൽ തന്നെ വന്നേക്കുന്നത് മറ്റൊരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ. ഇതിലും ഇച്ചിരിയും കൂടെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് സെയിം നേരത്തെ കണ്ടതുപോലത്തെ എക്സാക്ട്ലി സെയിം സാധനമല്ല കേട്ടോ. ഇതൊക്കെ യുണീക്ക് പീസസ്. ഇനി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് ഇത് വന്നേക്കുന്നത്. ഭയ്യ
ഇതാണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക്. ഇതിനെയും ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്ത് കാണിച്ചു തരാം. സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഫീല് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ബാൻഡേജ് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് എംബ്രോയിഡറി ഇൻഡിവിജ്വൽ ബൂട്ടാസ് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ബ്ലൗസ് പീസും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ കോഡ് വന്നിരിക്കുന്നത് RGD 465 21,979 ആണ് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൽ ബാൻഡേജ് ഇല്ല കേട്ടോ, പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് നിൽക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് വേണോ ഇത് വേണോ, രണ്ടും നല്ല രസമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ കളറിന് അവിടെ വെച്ചു. നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡിനകത്ത് RGD 466 23,797 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് കണ്ടോ, ട്രഡീഷണൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ഹാൻഡ് കാന്ത വർക്കിൻ്റെയും രാജസ്ഥാനിൽ നിന്ന് നിൽക്കുന്ന ബന്ദേജിൻ്റെയും കോമ്പിനേഷൻ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാരി എല്ലായിടത്തും ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ചമ്പയിൽ നിന്ന് വന്നേക്കുന്ന ടെസ സാരീനെ നമ്മൾ ആദ്യം ബാൻഡേജ് ചെയ്യിപ്പിച്ചിട്ട് അതിന് ശേഷമാണ് അതിനകത്ത് കാന്ത വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ വരും. ബോഡിയിൽ ത്രൂ ഔട്ട് ദ ബോഡിയിൽ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ഇത് നമ്മൾ പ്ലീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇങ്ങനെ വരും. ആൻഡ് ബ്ലൗസ് വന്നേക്കുന്നത് ബേജ് കളറിനകത്ത് പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സിൻ്റെ അറ്റത്ത് ബോർഡേഴ്സ് വരുന്നത് പോലെ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് ഷെയ്ഡിൽ വന്നേക്കുന്ന സാരിയിൽ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന സാരിയില്ലേ, ആ സാരിയുടെ സെയിം ലുക്കിലാണ് ഈ സാരി വന്നേക്കുന്നത്. അപ്പർ പോർഷനിലും ലോവറിലും ഒരു ജെറി ഇഷ്ടമുള്ളവരാണ് നമ്മൾ പലരും. ആ ജെറിയുടെ പോർഷൻസ് അപ്പറിലും ലോവറിലും ബോർഡേഴ്സ് ആയിട്ട് വന്നിട്ട് കലംകാരിയുടെ കലംകാരി ചെയ്തിട്ടുണ്ട്. ഈ ടൈ ആൻഡ് ഡൈ ചെയ്തപ്പോൾ ഡൈ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു സ്മഡ്ജ് ഇഫക്റ്റ് വന്നേക്കുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ സാരിയിൽ ഒരു ഡയഗണൽ ഷിബോരി ഫീലും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് ക്ലോസറിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഡയഗണൽ വീവിങ് പാറ്റേൺസ് അതിനകത്ത്, വീവിങ് അല്ല പെയിൻറ്റഡ് പാറ്റേൺസ് കറക്റ്റായിട്ട് കാണാമല്ലോ അല്ലേ. एक बार കീച്ച് പക്കടോ, കണ്ടോ, ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡഡ് ഫീല് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതാണ് ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെ തന്നെയാണ് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ. അതിൻ്റെ ബ്ലൗസ് പീസ്. പല്ലു ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന സെയിം പല്ലു തന്നെയാണ്. ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ, ഒരു ബ്രിക്ക് ഓറഞ്ചിഷ് കളറിലാണ് ഈ സാരി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്നൊരു സാരിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് യെല്ലോയും മെറൂണും കോമ്പിനേഷൻ. യെല്ലോയും മെറൂണും കോമ്പിനേഷനിൽ വന്നേക്കുന്നതിൻ്റെ കോഡ് വരുന്നത് RGD 468 എന്ന കോഡിലാണ്. ആൻഡ് 21,979 ആണ് ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഈ സാരി ഇങ്ങനെ വരും. കണ്ടോ, നല്ല ബ്രൈറ്റ് ലുക്ക്, റിച്ച് ആൻഡ് എലിഗൻറ്റ് പല്ലു. സെയിം പല്ലു പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ആ കലംകാരി ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. വിത്തൗട്ട് ജെറി ബോർഡേഴ്സിൽ വന്നേക്കുന്ന സാരിയാണ്. വിത്തൗട്ട് ജെറി ബോർഡേഴ്സിൽ വന്നേക്കുന്ന സാരിയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ചെറുതായിട്ട് ബോർഡർ ഉണ്ടോ എന്ന് തോന്നിയതുകൊണ്ടാണ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇപ്പം ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും സാരീസ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനകത്ത് ചെറുതായിട്ട് മിറർ വർക്ക്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പ്രെഡഡ് ഡിസൈൻ വേണമെങ്കിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ഇനി നമുക്ക് പ്യുവർ ദേശി ടെസറിനകത്ത് വന്നേക്കുന്ന സാരീസിനകത്ത് ഇതെല്ലാം ഉണ്ടല്ലോ, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി ലോങ് പ്രോസസ്സാണ്. നമ്മുടെ സാരി നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം അവർ അതിൻ്റെ സ്റ്റാർച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാർച്ച് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ സാരി നമ്മൾ പറയും ഇങ്ങനെ ചമ്പായി പോയി എന്ന് പറയും. പക്ഷേ ഈ കലംകാരി സാരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ്. കണ്ടോ, അജ്രക്കും കലംകാരിയും കൂടെ വന്നേക്കുന്നൊരു യുണീക്ക് സാരിയാണ്. ഈ സാരി ആക്ച്വലി ഞാനിപ്പോൾ ദേഹത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ സാരി വെച്ചതായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല, അത്രയ്ക്ക് ഫൈൻ ഫിനിഷിംഗ് ആണ്. ഇത് ഹാൻഡ്ലൂം സാരിയാണ് കേട്ടോ, ഹാൻഡ് വോവൺ സാരിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇച്ചിരിയും കൂടെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഇച്ചിരിയും കൂടെ ക്രഷ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടും. ഇപ്പോൾ റോൾ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഇച്ചിരിയും കൂടെ സ്റ്റാർച്ച് ഫിനിഷ് വരും. നമുക്ക് ആ പ്രോസസ്സ് അതുപോലെ തന്നെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചത്. ആൻഡ് RGD 463 21,979 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്.
ഇതൊക്കെ 1 പീസ് ആയിരിക്കും. ഈ സാരീസ് ഒന്നും മൾട്ടിപ്പിൾ പീസസ് ചെയ്യത്തില്ല. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ ഡിസ്കളറേഷൻ വരുന്നത് കാണാമായിരിക്കും. ആ ഡിസ്കളറേഷൻ വേറെ ഒന്നുമല്ല, ഇത് ഹാൻഡ് ഡൈഡ് ആയതുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ ആ ഒരു പ്രോസസ്സിനകത്ത് വരുന്നതുകൊണ്ടാണ് ആ ഒരു ലുക്ക് അതിന് വരുന്നത്. ബിക്കോസ് ഇവിടെ ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് ഈ ഒരു മെജന്തയിലോട്ട് കയറി വരുമ്പോൾ ഉള്ള ഷെയ്ഡിങ് ഫിനിഷിംഗ് ആണ് കേട്ടോ. അതായത് നെക്സ്റ്റ് സാരി. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പെൻകലംകാരി പ്രോസസ്സിൽ വന്നിട്ടുള്ള മറ്റൊരു സാരി. ടെസറിൻ്റെ ബോർഡേഴ്സ് പെൻകലംകാരി ഫിനിഷിങ്ങിൽ. ഇപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ സാരി ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും. അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. നമ്മൾ ആദ്യം വീഡിയോയിൽ കാണുന്നുണ്ട് ബാന്തേജിൻ്റെ ആ ഒരു ഫീല്. ഇതുണ്ടോ, ബാന്തേജ് അതേപോലെ തന്നെ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം ഇത് ആണ് ഫുൾ ലുക്ക് ഓഫ് ദി സാരി. പല്ലും അതുപോലെ തന്നെ പ്രോസസ്സിലാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഹാൻഡ് ബാന്തേജിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രാജസ്ഥാനിൽ നിന്ന് വരുന്ന ഹാൻഡ് വർക്കേഴ്സ് ചെയ്തെടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരീസാണ്. അപ്പം മെയിൻലി നമുക്ക് എല്ലാവർക്കും അറിയാം കൈത്തറി ഫാമിലീസിൽ നിന്നാണ് ഇങ്ങനത്തെ ബാന്തേജിൻ്റെയും അജ്രക്കിൻ്റെയും എല്ലാം സാധനങ്ങൾ വരാറുള്ളത്. അപ്പോൾ അതുപോലെ ബ്യൂട്ടിഫുള്ളി ഡൺ ആയിട്ടുള്ള സാരീസാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു സാരിയും കൂടെ നമുക്ക് കാണാനുണ്ട്. ആ സാരിയും കൂടെ നമുക്ക് കാണാം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ആട്ടോ സ്റ്റോറിലുള്ളത്. ഇപ്പം നമ്മുടെ ലൂംസ് ഓഫ് ലക്ഷറിയുടെ എക്സിബിഷൻ നടക്കുന്ന കാരണം കസ്റ്റമേഴ്സ് വരുന്നതിന് മുമ്പ് നമ്മൾ അടുക്കി വെക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ സാരീസ് നോക്കുന്നത്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ സാരിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ സെയിലിൽ പോയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്കിവിടെ ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ കാണാം. ഹാൻഡ് ബാന്തേജ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സാരി ആയിരുന്നു. അതിൻ്റെ ഇൻഡിവിജ്വൽ പീസസ് എല്ലാം തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നേവി ബ്ലൂ കളറിലുള്ളൊരു സാരി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഷെൽഫിൽ തപ്പിയ സാരി ഇല്ലേ, ചേച്ചിമാർ ആക്ച്വലി ഉണ്ടല്ലോ ഇത് മാനിക്യൂനിൽ ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഈ സാരീനെ ക്ലോസറിലൊന്ന് ഒബ്സർവ് ചെയ്ത് കാണിക്കണേ. ഞാനൊന്ന് തിരിച്ച് നോക്കട്ടെ കേട്ടോ. യെസ്, ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ഡൺ പ്രോസസ്സിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കൂടെ ഇടവഴി ചേർന്നിട്ടുള്ളൊരു സാരിയാണ്. ഇപ്പോൾ സാരിയിൽ ഫുൾ ബോഡി നേവി ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത്. അതിനകത്ത് ബ്ലാക്ക് കളറിലെ ടൈ ആൻഡ് ഡൈ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ടൈ ആൻഡ് ഡൈ അല്ല, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഹാൻഡ് കാന്താ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് കാന്താ വർക്കിൻ്റെയും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെയും കൂടെ തന്നെ ബോർഡേഴ്സിൻ്റെ എൻഡിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടോ. ഈ സാരിയുടെ കോഡ് വന്നേക്കുന്നത് RGD 461 എന്ന കോഡിലാണ്. ആൻഡ് 27,979 അതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇനി ഞാനൊരു ഇച്ചിരി ഇതായിട്ടുള്ളൊരു കാര്യം കാണിക്കാൻ പോവാണ്. ഞാൻ അതിൻ്റെ ബ്ലൗസ് പീസും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഏതൊരു സാരിയും അതിൻ്റെ ഭംഗി വരുന്നത് അതിൻ്റെ ബ്ലൗസിലാണെന്നല്ലേ. ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ബ്ലൗസ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു സാരിയുടെ കളക്ഷൻസ് ഹാൻഡ് ബാന്തേജിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഖത്രി ഫാമിലിയിൽ നിന്ന് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഉറപ്പായിട്ടും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാം. www.aham.store